ഈ സീൻ കാണുമ്പോൾ പലരും പറയുന്നത് ഈ ആദ്യം കണ്ണ് തുറന്നത് ഗംഗ നാഗവല്ലി ആയിട്ടാണ്, പിന്നെയാണ് കണ്ണടച്ചിട്ട് തുറക്കുമ്പോൾ ഗംഗയുടെ ഒരു കോൺഷ്യസിലോട്ട് വരുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ ആ കിടപ്പൊന്ന് ശ്രദ്ധിച്ചാൽ ഓടി വന്ന് കിടന്ന ഒരു ഫീലിലാണ് കിടക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നും രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ഗംഗയിലെ മനോരോഗി നകുലൻ അറിയാതെ എണീറ്റ് മുകളിലെ തെക്കനിയിൽ പോയിട്ട് മഹാദേവന്റെ വീട് കാണാൻ പറ്റുന്ന രീതിയിൽ ആ ജനലിന്റെ സൈഡിൽ പോയിരുന്ന് മഹാദേവനെ നോക്കി പാട്ട് പാടും. എന്നിട്ട് അത് സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ഗംഗ അവിടെ നിന്ന് ഇറങ്ങി അടുക്കള ഭാഗം വഴി മഹാദേവന്റെ വീട്ടിൽ പോയി മഹാദേവനെ ഒളിഞ്ഞു നോക്കിയിട്ട് തിരിച്ചു വരും. അങ്ങനെ വരുന്ന ഒരു ദിവസം വേലക്കാരി ഒരു മുടി അഴിച്ചിട്ടുള്ള ഒരു പെണ്ണിനെ കാണുകയാണ് അടുക്കള സൈഡിൽ. ഈ ഗംഗയും മനസ്സിലായി, ബഹളമായി. ഈ ബഹളം കേട്ടപ്പോൾ ഗംഗയ്ക്ക് മനസ്സിലായി ഇനി ഉടനെ എല്ലാവരും നകുലനെ വിളിക്കും. കാരണം അവിടെ ഉള്ള ആന്തരി നകുലനാണല്ലോ, നകുലന്റെ അടുത്ത് ഞാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നകുലൻ ഡൗട്ട് ആവും. അതുകൊണ്ട് ഗംഗ ഓടി വന്ന് നകുലന്റെ പുറത്ത് കൈവച്ച് കിടക്കുന്ന ഒരു രംഗമാണ് ഈ ഒരു കിടപ്പ്. അപ്പോൾ ടെൻഷനാണ്, എന്നെ കണ്ടു കാണും, ഞാനാണെന്ന് ആ വേലക്കാരി മനസ്സിലാക്കി കാണും. എന്നാൽ ടെൻഷനിലാണ് കണ്ണടയ്ക്കുന്നത്. അടച്ചുടനെ റൂമിൽ കൊട്ടി വെക്കാം, ഞെട്ടി കണ്ണു തുറന്നു. എന്താവും, അവരെന്നെ കണ്ടു കാണും. ഒന്നുകൂടെ കണ്ണ് അടച്ച് എന്തായാലും ഫേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നകുലനെ വിളിച്ച് കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് ഗംഗ കയ്യിൽ എന്തോ എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അഥവാ വേലക്കാരിക്ക് ഗംഗയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗംഗ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് അവിടെ കാണുകയാണെങ്കിൽ ആ ഡൗട്ട് ഗംഗയിൽ നിന്ന് മാറും, വേറെ എന്തോ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ വേലക്കാരി തെറ്റിദ്ധരിപ്പിക്കാം. എല്ലാവരും കണ്ണ് കിട്ടിയപ്പം ഇറങ്ങുടച്ച് സുരേഷ് ഗോപി ഒഴികെ ബാക്കി എല്ലാവരും അവിടെ എന്തോ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംതിങ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഇതാണ് ഈ സീനിന്റെ നമ്മൾ അറിയാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കഥ.